ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ക്ലാസ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങിയ കാര്യം സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, അതാണ് ഞങ്ങളുടെ കോളേജ് ലേഡീസ് ഹോസ്റ്റൽ. ഇവിടെ ആരല്ലെന്ന് വെച്ചാ സേതുവിനെ കാര്യമായിട്ട് വിളിച്ച് സേതു പോയിട്ട് സേതുവിന്റെ പട്ടിക്കുഞ്ഞു പോലും വന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ നല്ല മഴയും കാറ്റും ഒക്കെ വീശുന്ന സമയത്ത് വീണ്ടും നമ്മൾ നടന്നുകൊണ്ടേ നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ നടത്തത്തിലൂടെ കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണമാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ മൈൻഡിനൊന്ന് ഡേവേർട്ട് ചെയ്യാൻ വേണ്ടി ചവച്ച് നടക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാന്ന്. എല്ലാവർക്കും ഓരോ കോലുമിഠായി വീതം ഞങ്ങളങ്ങ് വാങ്ങി. കാശ് പോയിട്ട് പവർ വരട്ടെ. പിന്നീട് ഞങ്ങൾ എത്തിച്ചേർന്നത് രണ്ട് സൈഡും വാഴകൾ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്ത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോ ഒരു സൈഡല്ലേ വാഴകൾ കാണാനുള്ളൂ എന്ന്. ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ വാഴത്തോട്ടത്തിലൂടെ നടന്ന് നമ്മൾ എത്തിച്ചേർന്നത് ഒരു മിനി വെള്ളച്ചാട്ടത്തിലോടാണ്. നിൽക്കുന്ന മൂന്നെണ്ണത്തിനും വെള്ളം ഭയങ്കരമായിട്ട് അലർജിയാണ് ഗൈസ്. ആഴ്ചയിൽ ഒരു വട്ടം കുളിക്കുന്നതേ ഭാഗ്യം, പിന്നെയാണ് വെള്ളത്തിലോട്ട് ഇറങ്ങുന്നത്. നമ്മൾ നേരത്തെ വിളിച്ച സേതു ഇല്ലേ, ആൾ ഇപ്പോഴാണ് കേട്ടത്. സോ വരുമ്പോൾ അവളെയും കൂടി കഴിഞ്ഞ് നേരെ പോയത് ലൈബ്രറിയിലോട്ടാട്ടോ. പത്രം ഏറ്റവും കൂടുതൽ സ്പീഡിൽ വായിച്ചെടുത്തതിന്റെ ഗിന്നസ് റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ അർച്ചനയ്ക്ക് തന്നെ. കണ്ടില്ലേ ഓരോ പേജ് എത്ര സ്പീഡിൽ വായിച്ചെടുക്കുന്നത്. ആൾ ഈ മേഖലയിൽ മാത്രമല്ല കേട്ടോ, പല മേഖലകളിലും ഞങ്ങൾ ഞെട്ടിപ്പിക്കുന്ന കഴിവുകളാണ് പ്രദർശിപ്പിക്കാറുള്ളത്. ഷീ ഈസ് വെരി ബ്രില്യൻറ്റ്.